ഹായ് ഗായ്സ്, ഇസ് മീ ജസീൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ KTMൻ്റെ ഷോറൂമിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്, KTMൻ്റെ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുമോ, KTMൻ്റെ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുമോ. ഫൈനലി നമ്മളിപ്പം KTMൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ട് ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും, എക്സ് ഷോറൂം പ്രൈസ് എത്ര വരുന്നത്, പിന്നെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ തന്നെ കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക. ലൈറ്റിൻ്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മഴയുടെ ഒരു മട്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക. ലൈറ്റിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് 200 കേട്ടോ. നമ്മൾ ഡ്യൂക്ക് 200ൻ്റെ എക്സ് ഷോറൂം റേറ്റ് നോക്കുന്ന ടൈമിൽ 2 ലാഖിന് അടുപ്പിച്ചാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം ഓൺ റോഡ് കോസ്റ്റ് നോക്കുന്ന ടൈമിൽ 2,42,000 സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ നമുക്ക് വരുന്നത് 24,000 ആണ് ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഒരു 24,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കളർ സ്കീമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മുടെ പുതിയ 390-കകത്ത് വന്നേക്കുന്ന ഒരു കളർ സ്കീമിലൊക്കെ ഇപ്പോൾ ഇത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം, നോക്കി കണ്ടില്ലേ. നമ്മുടെ പഴയ 390 വരുന്ന ഹെഡ്ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ RC 200ൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. എക്സ് ഷോറൂം കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 2,21,000 സംതിങ് ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മളത് ഓൺ റോഡ് പ്രൈസ് നോക്കുന്ന ടൈമിൽ 2,80,000 വരുന്നുണ്ട്. പിന്നെ നമ്മൾ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 24,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. 24,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് RC 200 ഇറക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് 250 കേട്ടോ. ഡ്യൂക്ക് 250യുടെ 2 കളർ സ്കീം കൂടി ഇരിപ്പുണ്ട്. ഇത് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന ആ കളർ സ്കീം തന്നെ, ആ ഒരു ഓറഞ്ചും ബ്ലാക്കും ആയിട്ടുള്ള. ഇത് നമ്മുടെ പുതിയതായിട്ട് വന്ന 390യുടെ അതേ കളർ സ്കീം തന്നെ. എങ്ങനെയുണ്ട് സാധനം? ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് 390 ആണെന്നേ പറയത്തുള്ളൂ. ഇത് നമുക്ക് വ്യത്യാസം അറിയണമെങ്കിൽ ഇതൊന്ന് ഓണാക്കി നോക്കിയാൽ മതി. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതൊരു 250 ആണെന്നുള്ള കാര്യം. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഇത് നോക്കിയാൽ മതി. ഇതിനകത്ത് DRLs വരുന്നില്ല, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, എത്രയ്ക്കാണ് റേറ്റ് വരുന്നത് എന്നുള്ള കാര്യം. ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 2,43,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വന്നേക്കുന്നത്. ഇത് ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ ഏകദേശം ഒരു 3 ലക്ഷത്തി സംതിങ്ങിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ ഏകദേശം 29,000 ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഇറക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ പുതിയ കളർ സ്കീമുണ്ട് 390യുടെ, രക്ഷയില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വഞ്ചർ 250 കേട്ടോ. ഇതിൻ്റെ റേറ്റ് നോക്കുന്ന ടൈമിൽ എക്സ് ഷോറൂം റേറ്റ് വന്നിട്ട് 2,50,000 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 2,50,000 രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മൾ ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ 3,16,000, 3,16,000 സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 45,000, 45,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാവുന്നേ ഉള്ളൂ. ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് 45,000 ആണ് ഇതിൻ്റെ വരുന്നത്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ 250cc ഇല്ലയോ, ആ 250cc എഞ്ചിനാണ് വന്നേക്കുന്നത്. നമ്മുടെ പുതിയ LC4C കോമ്പാക്റ്റ് ആയിട്ടുള്ള എഞ്ചിനല്ല ഇതിനകത്ത് വന്നേക്കുന്നത്, നേരത്തെ എഞ്ചിൻ ഇത് തന്നെയാണ്. എങ്ങനെയുണ്ട് സാധനം? നൈസല്ലേ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എവർഗ്രീൻ 390യുടെ ഡീറ്റെയിൽസാണ്. 390യുടെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ തന്നെ ഉസ്ക്വാറിനെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് നോക്കാം, എങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതെന്ന്. നമ്മുടെ 390യുടെ 2 കളർ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് ഈ ബ്ലൂവും പിന്നെ ഈ റെഡും. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട കളർ ഈ ബ്ലൂ ആയിരുന്നു. പിന്നെ കണ്ട് ഈ ഒരു കളറിലേക്കാണ് എൻ്റെ ഇഷ്ടങ്ങൾ മാറിയത്. അല്ലെങ്കിലും KTMൻ്റെ വണ്ടികൾ അങ്ങനെ ഓരോ വട്ടം നമുക്ക് കാണുന്നതനുസരിച്ച് ഓരോ വണ്ടികളും പ്രത്യേക ഇഷ്ടം തോന്നും. നമുക്കിനി 390യുടെ റേറ്റ് എങ്ങനെ വന്നേക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ എക്സ് ഷോറൂം റേറ്റ് നോക്കുന്ന ടൈമിൽ 3,14,000 റുപ്പീസാണ് വന്നേക്കുന്നത്. 3,14,000 സംതിങ് ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മൾ ഓൺ റോഡിലേക്ക് നോക്കുന്ന ടൈമിൽ 4 ലക്ഷം വരുന്നുണ്ട്. 4 lakh സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ നമ്മൾ അഡ്വഞ്ചർ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ 45,000
ഇതിൻ്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. രക്ഷയില്ലാത്ത ഡിസ്പ്ലേ കേട്ടോ ഇത്. എനിക്ക് നേരത്തെ ആ TFT-യെക്കാട്ടും ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ TFT കണ്ടില്ലേ. സൈഡ് സ്റ്റാൻഡ് വാണിങ് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരുപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു TFT ഡിസ്പ്ലേ കേട്ടോ. ഒരു രക്ഷയില്ല. അതെ ഇത് ഞാൻ അധികം ഈ കളർ കാണിക്കുന്നില്ല. നീല നമ്മൾ കുറേ കാണിച്ചിട്ടുള്ള. ഇനി നമുക്ക് ഓറഞ്ച് ഒന്ന് കാണിക്കാം. ഓറഞ്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദേ കണ്ടില്ലേ എങ്ങനെയുണ്ട് സാധനം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അഡ്വഞ്ചർ 390 റേറ്റ് എങ്ങനെയാണ്. 3,40,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മളത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 4,40,000 രൂപ വരുന്നുണ്ട്. ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് 55,000 മുതൽ 60,000 രൂപ വരെയൊക്കെയാണ് ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. നിങ്ങളുടെ സിവിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ അതിനും താഴെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പം ഞാൻ പറഞ്ഞത് അഡ്വഞ്ചർ 390 സ്റ്റാൻഡേർഡിൻ്റെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അഡ്വഞ്ചർ 390 എക്സിൻ്റെ കാര്യമാണ്. അഡ്വഞ്ചർ 390 എക്സ് വരുന്ന സമയത്ത് 2,80,000 സംതിങ് വരുന്നുണ്ട്. അതേസമയം അതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് നോക്കുന്ന ടൈമിൽ 3,68,000 രൂപയാണ്. 68,000 സംതിങ് ആണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ 45,000-50,000 റുപ്പീസ് അത്ര ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. 390 റാലി നോക്കുന്ന ടൈമിൽ 3,60,000 സംതിങ് ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 4,66,000 ആണ് വരുന്നത്. ഗായ്സ് ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ. വെട്ടം സീനായിക്കോണം. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വന്ന് ഇനി ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ അഡ്വഞ്ചർ 390 റാലി നോക്കുന്ന ടൈമിൽ 3,65,000 ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതേസമയം 390 റാലിയുടെ ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ 4,66,000 എന്ന് വെച്ചാൽ 4,66,000 ആണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ 55,000 മുതൽ 60,000 രൂപ വരെയാണ് ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. നമ്മൾ പിന്നെ RC 390 എക്സ്-ഷോറൂം പ്രൈസ് നോക്കുന്ന ടൈമിൽ 3,22,000 വരുന്നത്. 3,22,000 ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതേസമയം നമ്മൾ ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ 4,12,000 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ ഏകദേശം 50 മുതൽ 60 രൂപ വരെയാണ് ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഞാൻ ആ വണ്ടി ഒന്ന് കാണിക്കാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം ഡിസ്പ്ലേക്ക് ആ വണ്ടി ഇവിടെ ഇരിപ്പില്ല. ഇനി നമുക്ക് ഉസ്ക്വർണയുടെ നോക്കാം. ഉസ്ക്വർണയുടെ റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഉസ്ക്വർണയുടെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. 1,250,000 ഇരിപ്പുണ്ട്. ഷോറൂം പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 2,20,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ 2,79,000 വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഡ്യൂക്ക് 250യുടെ അതേ റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഡ്യൂക്ക് 250യെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കുറവുണ്ട്. പിന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ ഒരു 30,000 അടുത്ത് വരുന്നുണ്ട്. 25 to 30,000 അടുത്താണ് ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അതേസമയം നമ്മൾ ഉസ്ക്വർണ 401 നോക്കുന്ന ടൈമിൽ എക്സ്-ഷോറൂം വന്നിട്ട് 2,93,000 ആണ് വന്നേക്കുന്നത്. 2,93,000 സംതിങ് ആണ് നമ്മുടെ ഹുസ്ക്വർണ ഷോർട്ട് പില്ലിൻ്റെ വന്നേക്കുന്നത് 401. ഓൺ റോഡ് നോക്കുന്ന ടൈമിൽ 3,79,000 സംതിങ് വന്നേപ്പുണ്ട്. അതേസമയം നമ്മൾ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ നമ്മുടെ 390യുടെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 45,000 40,000-45,000 വ്യത്യാസം ആ റേഞ്ചിനകത്ത് നമ്മുടെ ഉസ്ക്വർണ ഷോർട്ട് പില്ലിയൻ 401 ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ എൻ്റെ വിശ്വാസം. ഇനി ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണിലൂടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.